ഹലോ ഹായ്, ഞങ്ങളിന്ന് അമ്പലം വന്നു കേട്ടോ. തിരുവില്ലാമല അമ്പലമാണ്. ഇതാ ഞാനും ചെറിയ പിള്ളാട്ടിയും രാതു. ഹലോ ഹായ്, ഇന്ന് വില്ലോദ്രനാഥ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൊന്നു തൊഴുത് അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഏട്ടൻ അവിടെ ഉള്ള കാരണം പിന്നെ അന്നദാനത്തിന് കഴിക്കാനൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. വേഗം ഉള്ളിലേക്ക് പോയി, നമുക്ക് മുൻഗണനയല്ലേ. അപ്പോൾ അവിടെ പോയി കഴിച്ചു. പിന്നെ കുഞ്ഞുവാവയും കൊണ്ട് പോകുമ്പോഴേ, കുഞ്ഞാറ്റയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വേഗം കടന്ന് കഴിച്ച് എനിക്ക് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് തന്നെ പോയി കഴിച്ച് അങ്ങനെ വേഗം ഇവിടെ എത്തി. അവിടെ നിന്ന് തന്നെ ബസ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുന്നിൽ പോയി ഇറങ്ങുകയും ചെയ്യാം കേട്ടോ. ആ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ അത് കാരണം കുഴപ്പമില്ല. അവൾക്ക് ജ്യൂസ് വേണം പറഞ്ഞാൽ ജ്യൂസ് മേടിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ്, ഭഗവാനെ തൊഴുത വിശേഷം. പിന്നെ ഭഗവാൻ ഇന്ന് തൊഴുകാൻ പോകാൻ പറ്റി. കുറേ ദിവസമായി വിചാരിക്കണം. ഇനിയിപ്പോൾ ഇവിടെ വേപ്പിൻചോട് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ മേത്ത് കയറിയാണ്. വേപ്പിൻചോട് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി ഒന്ന് അവിടെ പയറ് കഞ്ഞിയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് കഴിക്കണം. അവിടെ ഒന്ന് കഴിച്ചിട്ട് വരണം. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു അമ്പലം ക്ഷേത്രമുണ്ട്, വിഷ്ണുവിൻ്റെ, മഹാവിഷ്ണുവാണ്. അവിടെയുണ്ട്. അവിടെ എല്ലാവിടെയും ഒന്ന് പോയി തൊഴുതിട്ട് വരണം. അവിടെ എല്ലാവിടെയും അന്നദാനം ഉണ്ട് കേട്ടോ. ഇവിടെ വേപ്പിൻചോട് പറഞ്ഞ സ്ഥലത്ത് പയറ് കഞ്ഞിയാണ്, ചെറുപയറിട്ടിട്ട് ഔഷധ കഞ്ഞിയാണ്. ഇവിടെ പിന്നെ സദ്യയാണ്. ഇവിടെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ഇവിടെ പൂതനക്കര പറയും. ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്റ്റോപ്പാണ്, മലേശ്വരം സ്കൂളിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പാണ്. സ്കൂളിൻ്റെ അതി ഇങ്ങനെ പോകണം റോഡ്. എൻ്റെ കോട്ടാട്ട് പഠിക്കൽ പറയും. അങ്ങനെ ആ റൂട്ടിൽ കൂടെ പോയാൽ നമുക്ക് ക്ഷേത്രത്തിലെത്താം. അവിടെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. കർക്കിടക 30 എല്ലാ ഞായറാഴ്ചകളിലും കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി തൊഴുകണം എന്നൊക്കെ ഉണ്ട്. പറ്റുമെന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു യാത്ര ഇന്നത്തെ വിശേഷം അതാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.